ബഗ്ദാദ് എന്ന പ്രദേശത്താണ് ഈ പ്രയാസം ഉണ്ടാകുന്നത്. 12,000 ആളുകൾ കൊല്ലപ്പെടുകയാണ്. ബഗ്ദാദ് എന്ന് പറയുന്ന പ്രദേശത്ത് ചരിത്രത്തിൽ കാണാൻ പറ്റും 12,000-ഓളം പരിശുദ്ധ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിലീങ്ങൾ പോലും മരണപ്പെട്ട മറ്റനേകായിരം ജനങ്ങൾ മരണപ്പെട്ടു പോയ വലിയൊരു പ്രയാസം ഉണ്ടായി, പകർച്ചവ്യാധി ഉണ്ടായി. ആ സമയത്ത് ഒരു കച്ചവടക്കാരന്റെ വീട്ടിൽ മാത്രം ഒരാളും മരണപ്പെട്ടില്ല. ഒരു പകർച്ചവ്യാധി ഉണ്ടായില്ല, ഒരു കച്ചവടക്കാരന്റെ വീട്ടിൽ മാത്രം. ബാക്കി എല്ലാ വീട്ടിലും വന്നു, ഒരാളുടെ വീട്ടിൽ മാത്രം ഒന്നും ഉണ്ടായില്ല. രാജാവ് വിവരം അറിയാൻ രാജാവ് ചെന്ന് അന്വേഷിച്ചു, എന്താണ് സംഭവം? നിങ്ങളുടെ വീട്ടിൽ മാത്രം ഉണ്ടായില്ല, ബാക്കി എല്ലായിടത്തും ഉണ്ടായല്ലോ, എന്താണ് നിങ്ങൾ പ്രയോഗിച്ചത്? നിങ്ങളുടെ വീട്ടിൽ മാത്രം ഇല്ല, ബാക്കി എല്ലായിടത്തും 12,000 ഹാഫിലീങ്ങൾ മരണപ്പെട്ടു. രാജാവിനോട് ആ ചെറുപ്പക്കാരൻ, ആ വീട്ടുകാരൻ പറഞ്ഞ കാര്യം എന്തെന്നറിയോ? മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു എന്നോടൊരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന ഞാൻ എല്ലാ ദിവസവും ചൊല്ലാറുണ്ട്. ആ മനുഷ്യൻ പറയുകയാണ്, ആ പരിശുദ്ധമായ പ്രാർത്ഥനയുണ്ടല്ലോ, ഞാനത് ചൊല്ലാറുള്ളവനാണ്. മാത്രമല്ല ഒരു കടലാസിൽ എഴുതിയിട്ട് ഞാനത് ചുമക്കുന്നവനാണ്. മാത്രമല്ല അതൊരു കടലാസിലോ ഒരു പേപ്പറിലോ എഴുതിയിട്ട് വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാ ആ വീട്ടിലേക്ക് പകർച്ചവ്യാധി കടന്നു വരില്ല എന്ന് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണെന്ന് ഈ രാജാവിനോട് ആ വീട്ടുകാരന് പറയുകയാണ്. ആ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. അല്ലാഹ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ മാറാവ്യാധിയെ നീ എടുത്തു കളയണേ റബ്ബേ. അതുപോലെയുള്ള പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ചൊല്ലിക്കോ, ഒരു പേപ്പറിൽ വേണമെങ്കിൽ ഒന്ന് കുറിച്ചു വെച്ചോ. യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു സഅദത്തുദ് ദാറൈൻ എന്ന കിതാബിൽ ഈ സംഭവം, ഈ കാര്യം ഉദ്ധരിക്കുകയാണ്. ആ പ്രാർത്ഥന നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതെല്ലാവരും ചൊല്ലുക, ഒരു വട്ടെങ്കിലും അതൊന്ന് എഴുതി സൂക്ഷിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إني أسألك بعدد خلقك بعزة عرشك برضا نفسك بنور وجهك بمبلغ علمك بغاية قدرتك ببسط رأفتك بحق حقيقة شكرك بمنتهى رحمتك بإدراك مشيئتك بكل صفاتك بتمام وصفك بنهاية أسمائك بمكنون سرك بجميل سترك بجزيل فضلك بكمال منك بفيض جودك بشديد غلبك بسابق رحمتك بأعداد كلماتك بتفريد فردانيتك بتوحيد وحدانيتك ببقاء بقائك بعزة ربوبيتك بعظمة كبريائك بجاهك بجلالك بجمالك بكمالك بأفعالك بإنعامك بسيادتك بملكوتيتك بجبروتيتك بجباريتك بمنانيتك بعطفك بلطفك ببرك وبإحسانك بحق حقك أن تجعلنا فرجا ومخرجا وشفاء من الهموم والغموم والوباء والبلاء وجميع الآفات والآهات في الدنيا والآخرة وبحق كافها يا عين صاد وبحق طه وياسين وصاد وبحق حامim عين سين قاف وبحق إنا فتحنا لك فتحا مبينا يا أرحم الراحمين. ഇത് ചുമക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ വീട്ടിൽ എഴുതി സൂക്ഷിക്കുകയോ ഇത് ചൊല്ലുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ
പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ചരിത്രം മഹാനായ യൂസുഫ് നബാനി തങ്ങൾ രേഖപ്പെടുത്തിയതാണ്. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു കൊടുത്ത സംഭവമായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ പുച്ഛിച്ചു തള്ളണ്ട. മഹാന്മാർ എഴുതി വെച്ചതാണ്. ഔലിയാക്കന്മാരുമായിട്ട് സംവദിക്കുന്ന വലിയ മഹത്തുക്കൾ എഴുതി വെച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലാനും അത് എഴുതി വെക്കാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.